ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചൂടുള്ള കബൂലാക്കുമാറാവട്ടെ. നമ്മുടെ തിന്മകളെ നന്മകളാക്കാൻ പടച്ചവനെ കാരണമാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയാക്കി തന്ന് നമ്മളെ അനുഗ്രഹിച്ചതാണ്. കാരണം മഹ്ശറയിൽ നബിമാർ ഉമ്മത്തികളെ കൈയൊഴിയും. എന്ന് വെച്ചാൽ അവർക്ക് അവരുടേതായ അവസ്ഥകളുണ്ടാവും. നഫ്സിന്റെ ഹാലായിക്കോളും. അന്ന് മുഴുവൻ മനുഷ്യരുടെയും ഹിസാബിനു വേണ്ടി സുജൂദിൽ കിടക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള തങ്ങളുടെ അങ്ങേയറ്റത്തെ പരിശ്രമം ഉണ്ടാവും. എന്ന് വെച്ചാൽ റബ്ബിസലി ഉമ്മത്തി സിറാത്തിന്റെ അവിടെ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പങ്കാളികളാൽ എവിടെ നിങ്ങളെ കാണാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ സിറാത്തിൽ, ഹൗദിൽ, അതേപോലെ തന്നെ മീസാനിൽ അവിടൊക്കെ ഞാൻ ഉണ്ടാവുന്നു. എന്ന് വെച്ചാൽ അവിടൊക്കെ ഉമ്മത്തികളുടെ അവസ്ഥയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബേജാറിലും വെപ്രാളത്തിലുമാണ് ഉണ്ടാവുക. എന്ന് വെച്ചാൽ ഉമ്മത്തികൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. ജീവിതം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിക്ർ, തങ്ങളുടെ ചിന്ത അതായിരുന്നു ഒരാളും നരകത്തിൽ കിടക്കരുത്, ഒരാളും നരകത്തിൽ കിടക്കരുത്. ഉപദ്രവിച്ചവർ വരെ നരകത്തിൽ കിടക്കാൻ തങ്ങൾക്ക് ഇഷ്ടമില്ല. നരകത്തിൽ കിടക്കുന്നത് തങ്ങൾക്ക് ഇഷ്ടമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചീത്ത വിളിക്കുന്ന, തങ്ങളെ വല്ലാതെ മോശമായി ചിത്രീകരിച്ചവർ അവർ സഹികെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവന്റെ പല്ല് അടിച്ചിട്ട് കുടിക്കണം, വായിൽ പല്ലുമൊക്കെ. നബിതങ്ങളുടെ ശാസ്ത്രങ്ങൾ അത്ര മോശമായിരുന്നു. നബിതങ്ങളുടെ ശാസ്ത്രം നമ്മളെ ഒരുപക്ഷെ ഈ നാവ് നമുക്ക് ഉപകാരപ്പെട്ടേക്കും. നബിതങ്ങളുടെ ശാസ്ത്രങ്ങൾ ഹിദായത്തിന്റെ കൊതി, ഹിദായത്തിന്റെ ആഗ്രഹം. താരീഖിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി വല്ലാതെ സംസാരിക്കുകയും നാവ് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. എന്നുവെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരാള് നരകത്തിൽ പോവാൻ, നബി തങ്ങൾ കാണുന്ന നരകത്തിൽ എങ്ങനെ പോകും? അതാരും പോകരുത്, ഒരാൾ പോകരുത്, ഉപദ്രവിച്ചവർ വരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചാപ്പ ഹംസ റളിയല്ലാഹു അൻഹു, ഏറ്റവും ഇഷ്ടമുള്ള ആള്, നബി സല്ലല്ലാഹു കൂടെ നിന്നോടുത്താണ് ഹംസത്തുൽ ഖർറാ. നബി സല്ലല്ലാഹു ഏറ്റവും ഇഷ്ടമുള്ള ആള് ഹംസ റളിയല്ലാഹു അൻഹുവിനെ ഉഹദിലേക്ക് വിട്ടു. ബദറിലുണ്ടായി. ബദറിൽ ഹംസ റളിയല്ലാഹു അൻഹു ഉണ്ടായി. നമ്മൾ ആലോചിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കത്ത് ഒറ്റപ്പെട്ടിരുന്നു. അന്ന് തങ്ങളുടെ കുടുംബക്കാർ എല്ലാവരും അബൂജഹൽ, ബാക്കിയുള്ളവരൊക്കെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാക്കി. തങ്ങളുടെ കൂട്ടത്തിൽ നിന്നവരെ ഹംസ റളിയല്ലാഹു അൻഹു എത്രത്തോളം കൂടെ നിന്നാലും നിങ്ങൾക്ക് ബദർ വന്നപ്പോൾ മക്ക മുശ്രിക്കുകൾ, ബദറിന്റെ പശ്ചാത്തല സാഹചര്യമൊക്കെ നമ്മൾ പലപ്പോഴും കേൾക്കുന്നതാണ്. പക്ഷെ ബദർ ഒരു ഭയങ്കര സംഭവമാണ്. യൗമുൽ ഫുർഖാൻ എന്ന് പറഞ്ഞു, സത്യാസത്യ വിവേചനത്തിന്റെ ദിവസമെന്ന് അതിനെ വിശേഷിപ്പിക്കപ്പെട്ടു. അത്ര പ്രഗത്ഭമായ, ഇസ്ലാമിൽ വളരെ പ്രാധാന്യമറിയിക്കുന്ന ഒന്നായിരുന്നു ബദർ. ബദറിൽ സത്യത്തിൽ ബദർ യുദ്ധം നടന്നത് ആരോടോ ആയിട്ടല്ല, കുടുംബക്കാരായിട്ടാണ് യുദ്ധം നടന്നത്. അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്ത സഹോദരനായ സ്വന്തം ചോര അബൂതാലിബിന്റെ മകൻ, സ്വന്തം ഉപ്പാന്റെയും ഉമ്മാന്റെയും മോനായ അഖീൽ ബിൻ അബീ താലിബിനോടാണ് അലി റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്തത്. സ്വന്തം ബീജത്തിൽ ജനിച്ച അബ്ദുറഹ്മാൻ ബിൻ അബീ ബക്കറിനോടാണ് അബൂബക്കർ ബിൻ അബീ ഖുഹാഫ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്നത് മോനോടാണ്. അബൂബൈദുൽ ജറാഹ് യുദ്ധം ചെയ്യുന്നത് വാപ്പനോടാണ്. ഇങ്ങനെ പരസ്പരം തമ്മിൽ ഹംസ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുന്നത് അബ്ബാസിനോടാണ്. ഇങ്ങനെ പലരുമായുള്ള യുദ്ധങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഹംസ റളിയല്ലാഹു അൻഹു അപ്പം ആ യുദ്ധത്തിൽ വലിയ, എന്നുവെച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല.
അടികൊള്ളൽ മാത്രം. മക്കയിൽ സഹാബാക്കൾ അനുഭവിച്ച പീഡനത്തിന് യാതൊരു അറുതിയുമില്ല. കൈകെട്ടി നോക്കി നിൽക്കലല്ലാതെ മാർഗമില്ല. അങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ആദ്യം നടക്കുന്ന ഒരു സംഘടന അവർ ഭയങ്കര ദമ്മിൽ വരികയാണ്. മക്കത്തിൽ നിന്ന് അബൂജഹലും അബൂ സുഫിയാനും തുടങ്ങിയ എല്ലാവരും കൂടെ കൂടിയിട്ട് ആ സമയത്ത് യുദ്ധത്തിന്, അറബികളുടെ യുദ്ധത്തിന്റെ ഒരു രീതിയാണ് യുദ്ധം എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് സ്കൂളിലൊക്കെ പഠിച്ച ആളുകൾക്കറിയാം. ഈ ഓട്ടോറിക്ഷ സ്കൂൾ കുട്ടികളല്ല, പഴയ കുട്ടികൾ, മാമലക്കരന്റെ കുട്ടികൾക്ക് അറിയാമല്ലോ. ഫസ്റ്റ് വേണ്ട മുക്കുമലന്ന് പറയുക ഒന്ന് തോണ്ടി വയ്ക്കാതൊക്കെ പറഞ്ഞിട്ട് തല്ലിണ്ടാക്കിയല്ലോ. അങ്ങനെ മുക്കുമ്പോൾ തോണ്ടിട്ട് അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്ന് മുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെയൊക്കെ ഉണ്ടായി. അതേപോലെ യുദ്ധം നടക്കും. കുറച്ചാൾക്കാർ മുന്നേക്ക് വരും, അവർ താഴത്ത് കിടക്കും. അങ്ങനെ വലിയ വലിയ വില്ലാളി വീരന്മാർ മുന്നേക്ക് വന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെല്ലുവിളിച്ചു. വിഷം കെട്ടി തന്നു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇറങ്ങാനയച്ച ആളാരാ നിങ്ങൾക്കറിയോ? അതാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മൾ പഠിച്ചു വെക്കേണ്ട മാതൃക ഇതാണ്. അധികാരികൾക്ക് മാതൃകയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം. പോസ്റ്റർ ഒട്ടിക്കാൻ ഏതൊക്കെ ചെക്കന്മാര്, അവർക്ക് എന്തെങ്കിലുമൊക്കെ ടിവിയോ എന്തെങ്കിലും ക്യാരറ്റ്സോ എന്തെങ്കിലും ഓഫീസൊക്കെ തുറന്നു കൊടുക്കാൻ ഐറ്റങ്ങൾക്ക് കട്ടച്ചായി കമ്പിക്കാച്ചു കൊടുക്കുക. ആരാന്റെ മക്കളൊക്കെ കൂടി കൂതറുകളാകുക. പാർട്ടി ഓഫീസുകളിൽ കിടന്നിട്ട് കുട്ടികൾ കേടുവരിക. അവനാന്റെ മക്കളൊക്കെ എവിടെയെങ്കിലൊക്കെ വലിയ വലിയ യൂണിവേഴ്സിറ്റികളിൽ വലിയ വലിയ ഏതെങ്കിലുമൊക്കെ സെറ്റപ്പുകളിൽ പഠിക്കുക. ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയല്ല. തങ്ങൾ കൂടെ ഉണ്ടാവും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് വരാനുള്ളത് എന്ന് ചോദിച്ചപ്പോ ഹംസ റളിയല്ലാഹു അൻഹു കൊടുത്തു സ്വന്തം അടാപ്പനെ, അലി റളിയല്ലാഹു അൻഹു കൊടുത്തു സ്വന്തം മരുമോനെ. ഇവരെയാണ് കൊടുക്കുന്നത്. ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു, ഖബ്ബാബ് ഉണ്ടായിരുന്നു, അബൂ ഹുറൈറ ഉണ്ടായിരുന്നു റളിയല്ലാഹു അൻഹു അജ്മഈൻ. ഇതുപോലുള്ള അടിമകൾ ഓരോക്കെ ഉണ്ടായിരുന്നു. ഓരോടത്ത് ചോദിക്കാനാണില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു മരിച്ചാൽ ആരാ ചോദിക്കാനുള്ളത്? ഹംസക്കാരനാണ്. പക്ഷേ തങ്ങൾ ഓരക്കിറങ്ങിക്കോട്ടെ എന്നല്ല പറഞ്ഞത്. ഞാൻ ഇറങ്ങാം, ഇറങ്ങണ കാര്യം സത്യസന്ധമാണെങ്കിൽ എന്റെ മോനായിക്കോട്ടെ ആദ്യത്തേത്. അത് ചിന്തിക്കാൻ ആർക്കും കഴിയില്ല. മോൻ തിരിച്ചു വേണ്ടപ്പോ പിന്നെ ആര് മതി? നമ്മള് മതി. നല്ലപോലെ ആലോചിച്ചോളി. ജീവിതം കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി പാഴാക്കണ്ട, ജീവിതം പാഴാക്കണ്ട. അവിടെ നല്ലപോലെ ശ്രദ്ധിക്കുക. നബിതങ്ങൾ ശാസ്ത്രങ്ങൾ അയച്ചു കൊടുത്തു. ഹദ്ദത്ത് വന്നു. നബിതങ്ങൾ ശാസ്ത്രങ്ങൾ ഇങ്ങനെ വീതം വെച്ചു കൊടുത്തു. വാടുകളാക്കി. നമ്മളെ ഭാഷയിൽ ഓരോ അളന്നിങ്ങനെ കൊടുത്തു. ഇത്ര ഭാഗം ഇത്ര ജമാഅത്ത്, അത്ര ഭാഗം ആ ജമാഅത്ത്, അത്ര ഭാഗം ആ ജമാഅത്ത്, അങ്ങനെ വീതം വെച്ചു കൊടുത്തു. ഹംസക്ക് കിടന്നു വയ്ക്കാൻ. എന്നിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മരത്തിന്റെ ചോട്ട് പോയിട്ട് ഉറങ്ങല്ല ചെയ്തത്. നബി തങ്ങൾ ശാസ്ത്രങ്ങൾ കൂടെ ഉണ്ടായി. അപ്പോഴാണ് വലിയ ശക്തമായ പാറക്കൂട്ടം വന്നപ്പോ പറഞ്ഞു ഇത് പൊട്ടിക്കാൻ കഴിയില്ല. അപ്പൊ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഇറങ്ങി തങ്ങളുടെ മുബാറക്കാരെ കൈകൊണ്ട് അടിച്ചു. അത് പൊട്ടുകയും അതിൽ നിന്ന് പ്രകാശം വരികയും. അപ്പൊ നബി തങ്ങൾ ശാസ്ത്രങ്ങൾ പറഞ്ഞു റോം കീഴടങ്ങി, ഷാം കീഴടങ്ങി, അതിന്റെ പദ്ധതി ഞാൻ കാണുന്നു എന്നൊക്കെ പറഞ്ഞു. സഹായം വന്നത് അപ്പോഴാണ്. അപ്പം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവിന്റെ വയറിൽ 2 കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. 2 വലിയ കല്ല് വെച്ച് കെട്ടിയിട്ടുണ്ട്. അനുയായികളുടെ വയറിൽ 1 കല്ലേ ഉള്ളൂ. ഉലമാക്കൾ താരീഖിൽ എഴുതുന്നുണ്ട് സിയാസത്തും ഇസ്ലാമികമായ ഖിലാഫത്തും അല്ലെങ്കിൽ ഇസ്ലാമികമായ നുബുവത്തും തമ്മിലുള്ള വ്യത്യാസം ഇതായിരിക്കും. എന്ന് വെച്ചാൽ സിയാസത്തിൽ സാധാരണക്കാരന്റെ വയസ്സിൽ 2 കല്ല്, നേതാവിന്റെ വയസ്സിൽ എന്താ ഉള്ളതെന്നില്ല അപ്പോ തീരുമാനിക്കാം. നുബുവത്തിൽ എന്താ പറഞ്ഞാൽ 2 കല്ല് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വയസ്സിലാണ്. വയസ്സിൽ വെച്ച് കെട്ടിയിട്ടുണ്ട്. സഹാബാക്കളുടെ ഒന്നും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ തങ്ങൾ കൂട്ടത്തിൽ പോയിട്ടില്ല. ഇതാണ് നുബുവത്ത്. ഇതാണ് മാതൃക. ഇതാണ് എല്ലാവർക്കും മാതൃക. അപ്പൊ നബി തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഖബ്ബാബിനെ പിന്നെ അറസ് റളിയല്ലാഹു അൻഹുവല്ല ആരെ അയച്ചത്? ഹംസ റളിയല്ലാഹു. സ്വന്തം ഇറങ്ങട്ടെ, സ്വന്തം ചോര. തൊണ്ണൂറ്റെന്ന് പറഞ്ഞാൽ മിക്കവാറും എന്താണ്? രണ്ടാമത് എന്താവും തീരുമാനം. അതിലിറങ്ങിയതാണ് ഹംസ റളിയല്ലാഹു അൻഹു. വമ്പുറ്റ ഹംസ നമുക്കറിയില്ല. മറ്റേ പാട്ടുകാരുള്ളൂ. വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടി. പഴയ ആൾക്കാർക്കൊക്കെ അറിയുള്ളൂ, പുതിയ ആൾക്കാർക്ക് എന്താ ഹംസ? വമ്പുറ്റ ഹംസ. ഹംസ റളിയല്ലാഹു അൻഹു വരുന്ന ആരാണ് നമ്മളെ വെള്ളം കോരാനുള്ളത് എന്ന് ചോദിക്കട്ടെ. ഹംസ റളിയല്ലാഹു അൻഹു ഇറങ്ങി, അലി റളിയല്ലാഹു അൻഹു ഇറങ്ങി. കുർബാൻ ഇറങ്ങുന്നത് ഷഹീദാവാൻ ഏറ്റവും നല്ലത് ആരാണ്?
എന്റെ കുടുംബാണെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന് പോട്ടെ, ഈ ഹംസ നമുക്ക് അത്ര ഇഷ്ടമായിരുന്നു. ഹംസ റളിയല്ലാഹു അൻഹു ഉഹദിലുണ്ടായി. ബദറിന്റെ പകരം നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ അവരുടെ അടിമയായ വശിയോട് പറഞ്ഞു, വശി ഇന്ത പറഞ്ഞു, വശി എന്റെ ഒന്നുകിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അല്ലെങ്കിൽ ഹംസ, അല്ലെങ്കിൽ അലി റളിയല്ലാഹു അൻഹുമ, ഇവർ 3 പേരാരെങ്കിലും തല കൊണ്ടുവന്നാൽ ഈ സ്വതന്ത്രനാണ്. ഒരടിമക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ ഒരു മാർഗമാണല്ലത്. ഹംസ റളിയല്ലാഹു അൻഹു അപ്പൊ വശി വിഷമൂട്ടപ്പെട്ട ചാട്ടുളിയുമായി ഉഹദിലേക്ക് വന്നു. ഉന്നം അലി റളിയല്ലാഹു അൻഹുവായിരുന്നു. അലി റളിയല്ലാഹു അൻഹുവിനെ വെച്ചിട്ടാണ്, കാരണം മറ്റൊരാളെ കിട്ടൂല. പക്ഷേ അലി റളിയല്ലാഹു അൻഹു പരിസരം വീക്ഷിച്ചുകൊണ്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നബിതങ്ങളെ കിട്ടില്ല. പിന്നെ ഹംസ റളിയല്ലാഹു അൻഹുവിനെ കിട്ടി, ചാട്ടുളി ഉപയോഗിച്ചു. ഹംസ റളിയല്ലാഹു അൻഹു ഷഹാദത്തായി ഉഹദിൽ ഷഹീദായി, കുത്തിപ്പൊളിച്ചു, വികൃതമാക്കി ശരീരത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശുഹദാക്കളെ അന്വേഷിച്ച് വന്നപ്പോ സ്വന്തം പിതാവിന്റെ സഹോദരൻ കുത്തി മലർത്തപ്പെട്ട അവസ്ഥയിൽ രക്തപങ്കിലമായി മണ്ണുമായി അവിടെ കിടക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാത്ത വേദനയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിലുള്ള ജനാസ നമസ്കാരത്തിലുള്ള ഏർപ്പാടുകൾ ചെയ്തു. ജനാസ നമസ്കരിച്ചു. 70ഓളം പ്രാവശ്യം ജനാസ നമസ്കരിച്ചു. സംഘങ്ങൾ വന്നിട്ട് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്ത് കഴിഞ്ഞു. ഒക്കെ കാലങ്ങൾ കഴിഞ്ഞു. നമുക്ക് വല്ലാത്ത ദുഃഖമായി, വല്ലാത്ത വേദനയായി. കാലങ്ങൾക്ക് ശേഷം വശി ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലെത്തിയപ്പോൾ മുഖംമൂടി പൊന്തിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏകദേശം ഒരു അവസ്ഥയിൽ തങ്ങൾ ചോദിച്ചു, അഅൻത വശിയ്യ്, ഇയാളെ വശി എന്ന് ചോദിച്ചു. അപ്പൊ അതേ പറഞ്ഞു, അതേന്ന് പറഞ്ഞു. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ ചോദിച്ച ചോദ്യം താരങ്ങൾക്ക്, കൈഫ ഖതൽത അമ്മി. കാലങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നോവ് പോയിട്ടില്ല. കാലങ്ങൾക്ക് ശേഷം നബി സല്ലല്ലാഹു ചോദിക്കുകയാണ്, കൈഫ ഖതൽത അമ്മി, എന്റെ അമ്മിനെ, എന്റെ പിതൃവിനെ എങ്ങനെയാണ് കൊന്നത്? റഷ്യ സംഭവം പറഞ്ഞു. റഷ്യ ഇസ്ലാം സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത്ര തങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ആളോട് പോലും നരകത്തിന്റെ വിഷയം വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കലിമ സ്വീകരിച്ച് ചൊല്ലിക്കൊടുക്കുകയും കലിമയിലേക്കുള്ള അവസ്ഥ കൊടുക്കുകയും, എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടരുത്, പെട്ടാലെന്താ പ്രശ്നം, എനിക്കെന്റെ ഹംസ റളിയല്ലാഹു അൻഹു ഓർമ്മ വരും. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിന്റെ കൊതി, തങ്ങളുടെ ആഗ്രഹം ഒരാൾ നരകത്തിലാവും. ഒരാൾ വശി പോലും നരകത്തിലാവില്ല. നരകത്തിലാവും. ആരും നരകത്തിലാവും. തങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല. തങ്ങളുടെ വേദന അതായിരുന്നു. സർവാര സഹാബാക്കളുടെ വേദന ഉണ്ടായി. ആരും നരകത്തിലാവും. നമ്മളുടെ ഈ വേദന അതായി മാറും. ഒരു മനുഷ്യൻ നരകത്തിലാണ്. ഒരാളും എങ്ങനെ ഒരാള് നരകത്തിന്റെ വഴിയിൽ രക്ഷപ്പെടുത്താൻ പറ്റുമോ അതിന് എന്ത് അർപ്പണം ചെയ്യേണ്ടി വന്നാലും അതൊക്കെ അർപ്പണം ചെയ്യണം. അത് നമ്മുടെ ചിന്തയായി മാറും. അത് നമ്മുടെ വേദനയായി മാറും. നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് ഉണ്ടാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനുഷ്യർ നരകത്തിൽ പോയി കിടക്കുന്നത് തങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന മതലിക്കും എന്റെ നിങ്ങളുടെ ഉപമ പോലെ എന്ന് പറഞ്ഞാൽ, ഒരാള് തീ കത്തിച്ചു, അതിലേക്ക് ഈയാമ്പാറ്റകൾ ഇങ്ങനെ അടുത്ത് വരുന്നുണ്ട്, ഒരാൾ ആ ഈയാമ്പാറ്റകൾ അങ്ങനെ മാറ്റിവിടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതുപോലെ ഞാൻ നിങ്ങളുടെ അരക്കെട്ടിന് പിടിക്കുകയാണ്, നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് വീണ്ടും നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഞങ്ങൾ അരക്കെട്ടിനെ കൊത്തിന് പിടിച്ച് നിങ്ങളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ എന്നിട്ട് തെറ്റി മാറി നരകത്തിന്റെ വഴിയിലേക്ക് പോവാണ്. അവസാന സ്നേഹിതന്മാരെ നമ്മൾ ആലോചിക്കേണ്ടത്, നരകം അത് ഒരിക്കലും ഒരു മനുഷ്യന് താങ്ങാൻ കഴിയുന്നതല്ല. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും അല്ലാഹുമ്മ അജിർനി മിനന്നാർ, അല്ലാഹുമ്മ അജിർനി
മിനന്നാർ, പടച്ചവനെ നരകത്തിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണേ, എന്നെ കാക്കണേ എന്ന് 7 പ്രാവശ്യം പറയാറുണ്ടായിരുന്നു. എന്നിട്ട് ഉമ്മത്തികളോട് പറഞ്ഞു, നിങ്ങളും ഇത് പറയണം, നരകത്തിൽ നിങ്ങൾ രക്ഷപ്പെടണം. ഇമാം മിമ്പറിൽ നിന്ന് പറയും, അല്ലാഹുമ്മ അജിർനി മിനന്നാർ. അവിടെ സഹോദരന്മാരെ സ്നേഹിതന്മാരെ, നരകം ഒരു വലിയ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ഫിക്ർ, തങ്ങളുടെ വലിയ ചിന്ത നരകത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്തലായിരുന്നു. നരകത്തിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടണം. അതിന്റെ ഫിക്ർ, അതിന്റെ ചിന്ത നമ്മളിൽ ഉണ്ടാവണം. നമുക്കെന്ത് ഫിക്റുണ്ട്? നമ്മൾ സ്വന്തം നരകത്തിൽ രക്ഷപ്പെടണമെന്ന ചിന്തയില്ല. പിന്നെ നമ്മളെ ഭാര്യ, നമ്മളെ മക്കൾ, ബാക്കിയുള്ളവർ അവരൊക്കെ നരകത്തിൽ രക്ഷപ്പെടുന്ന എന്ത് ചിന്തയുള്ളത്? നമ്മൾ ഭാര്യയോട് ഭയങ്കര സ്നേഹമുള്ള ആളാണ്, ഉമ്മനോട് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്, മക്കളോട് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരാണ്. ഒരുപാട് വസ്ത്രം, ഒരുപാട് ഭക്ഷണം, ഒരുപാട് പാർപ്പിടം, അവരാഗ്രഹിച്ചത് മൊത്തം നടപ്പിലാക്കി കൊടുക്കാനുള്ള ഓട്ടത്തിലാണത്. ഈ ഓട്ടത്തിനിടയിൽ നമ്മളും കൂടി ഒരുക്കാൻ പോണത്, നമ്മൾ ഈ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള പടാപാടിൽ നമ്മുടെ ആഗ്രഹം കൂടി നോക്കാൻ നമുക്ക് നേരമില്ലാതെ സ്വന്തം നരകത്തിന്റെ വഴി, ബാക്കിയുള്ളൊരു നരകത്തിന്റെ വഴി ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിക്ർ, തങ്ങളുടെ ചിന്ത മനുഷ്യരാശി നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്തണം. അതിനുള്ള ഫിക്റായിരുന്നു. ആരും ആവരുത്, ഒരാളും നരകത്തിലാവരുത്. അതിനെന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ശരി, എന്ത് ത്യാഗം സഹിക്കേണ്ടി വന്നാലും ശരി. അബൂജഹലിന്റെ വീട്ടിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്? ഒരു രാത്രി ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കാൻ, ശക്തമായ കാറ്റ്, മണൽക്കാറ്റടിക്കാൻ, 6 അറബികൾ പുറത്തിറങ്ങാത്ത സമയം, കൂരിട്ടുള്ള സമയം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി അബൂജഹലിന്റെ, ആരാണ് അബൂജഹൽ? അബൂജഹലിന്റെ വീട്ടിന്റെ വാതിൽ പോയിട്ട് കുട്ടി. അബൂജഹൽ ഭയങ്കര അഭിമാനിയാണ്. ഓരോ അറബികളിൽ ഉണ്ടാകുന്ന കുറെ ഗുണങ്ങൾ അവരിലുണ്ട്. അബൂജഹൽ പറഞ്ഞു, ഭാര്യനോട് പറഞ്ഞു, ഭാര്യ ആരാണ് കുട്ടുന്നത് നമ്മുടെ വാതിലിന്? ഈ കാറ്റത്ത്, ഈ കൂരാക്കൂരിട്ട് ആരോ അഭയം തേടി വരികയാണ്, ആര് വന്നാലും ശരി ഞാൻ അയാൾക്ക് അഭയം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് ഭാര്യന്റെ അടുത്ത് എഴുന്നേറ്റ് പോയ അബൂജഹൽ വാതിൽ തുറന്നു നോക്കുമ്പോ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കഥകരെ കുട്ടിയത്. എന്തേ എന്ന് ചോദിച്ചപ്പോ ഉടനെ പറഞ്ഞു, ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, വിജയിക്കുമെന്ന് പറഞ്ഞു. അബൂജഹൽ ചോദിച്ചു, ഇത് രാവിലെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ പറയണ്ടല്ലേ, ഈ സമയത്ത് എന്തിനാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഫിക്റിതായി ഈ കൂരാക്കൂരിട്ടിൽ, ഈ ശക്തമായ കാറ്റിൽ ഞാൻ ഇങ്ങനെ ഇറങ്ങി എന്റെ വീട്ടിൽ നിന്ന് നടക്കുന്നത് എന്റെ റബ്ബ് കാണുന്നുണ്ട്. എന്റെ റബ്ബിന്റെ ആ കാരുണ്യം, എന്നോടുള്ള ആ അലിവ്, എന്നോടുള്ള സ്നേഹം, അത് കാരണമായി അബൂജഹലിന് ഹിദായത്ത് കിട്ടുകയാണെങ്കിൽ അതാണ് എനിക്ക് പ്രിയങ്കരമായത്. അബൂജഹലിന്റെ ഹിദായത്തിന് എത്ര ബുദ്ധിമുട്ടിച്ചാളാണ്. ഓരോരുത്തരുടെ ഹിദായത്തിൽ തങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടായിരുന്നു. അടുക്കൽ ഒരുപാട് പ്രാവശ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ടുണ്ട്. ഒരുപാട് പ്രാവശ്യം ആരും കിട്ടില്ല. ഖാലിദിന് വലിയ എത്ര പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഭയങ്കര ധീരനായിരുന്നു ഖാലിദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വന്നപ്പോ, മക്കയിലേക്ക് വന്നപ്പോ ഖാലിദിനെ കാണാൻ വേണ്ടി ശ്രമം നടത്തി, ദഅവത്ത് ചെയ്യാൻ വേണ്ടി. ഖാലിദ് നബി തങ്ങൾ വരുന്നിടത്ത് പോയി. ഇസ്ലാമിന്റെ പക്കവൈരി, ഇന്നത്തെ ആ അസദും ആ സൈഫുള്ള അള്ളാഹുവിന്റെ ഘടകം വാളെന്ന് പറഞ്ഞ ആ ഖാലിദ് ബിൻ വലീദ് അന്നും ഇതേ ധൈര്യത്തിലും ഇതേപോലെ സ്ഥൈര്യത്തിലും ഭയങ്കര ധീരനാണ്. അവിടെ അദ്ദേഹം പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോരുമ്പോ അദ്ദേഹത്തിന്റെ സഹോദരൻ മുസ്ലിമായിട്ടുണ്ട്. സഹോദരന്റെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാലിദിനെ അന്വേഷിച്ചു. എന്നിട്ട് ഒരു മരുന്ന് കൊടുത്തിട്ട് പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖാലിദ് ഇസ്ലാം സ്വീകരിക്കും. ഖാലിദ് ബുദ്ധിമാനാണ്. ആരെ പറ്റിയാ പറഞ്ഞത്? ഇസ്ലാമിന്റെ പ്രകാശത്തെ ഊതിക്കെടുത്താൻ വേണ്ടി സകല കഴിവുകളും ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനെ പറ്റി നിർദ്ദേശങ്ങൾ പറയാൻ, ഖാലിദ് ഇസ്ലാം സ്വീകരിക്കും, കാരണം ഖാലിദ് ബുദ്ധിമാനാണ്. പിന്നീട് ഖാലിദ് ഇസ്ലാമിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്ക് ഖാലിദിനെ ചിന്തിപ്പിച്ചു. അനുജൻ കാക്കനോട് കാര്യങ്ങൾ വളർത്തുന്നുണ്ട്. ഇങ്ങനെ ഓരോ ആളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യക്തിപരമായി കണ്ടു, അവരെ പിന്നാലെ നടന്നു, അവരോട് അല്ലാഹുവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തു, പരിചയപ്പെടുത്തി കൊടുത്തു. എത്ര നല്ല പെരുമാറ്റം, എത്ര നല്ല സ്വഭാവ രീതി. വന്ന ഒരാളെയും വിട്ടിട്ടില്ല. നമ്മളൊക്കെ ആലോചിക്കണം, ഒരാളെ വിട്ടിട്ടില്ല. മസ്ജിദിൽ മൂത്രയിച്ച ആളെ അയാൾ വിട്ടില്ല. മസ്ജിദിൽ മൂത്രയിക്കാൻ കാരണം മാന്യമായി രണ്ടെണ്ണം കൊടുക്കാൻ പറ്റുന്ന കേസാണ്. പക്ഷെ മസ്ജിദിൽ മൂത്രയിച്ചു. സഹാബാക്കളെ എടുത്ത് എറിയാനുള്ള പരിപാടി നിർദ്ദേശം പറഞ്ഞില്ല.
അയാളെ ഒറ്റയ്ക്ക് ഞാൻ സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യട്ടെ മൂത്രമൊഴിക്കട്ടെ, സ്വസ്ഥമായിട്ട് മൂത്രയിക്കണം. ഹദീസുകൾ എഴുതിയിട്ട് എന്തിനാണ് സ്വസ്ഥമായി മൂത്രയിക്കാൻ പറ്റുന്ന? അതിന് വാരിയെടുക്കുകയാണെങ്കിൽ എല്ലാ സ്ഥലത്തും എന്താവും? എല്ലാ സ്ഥലത്തും മൂത്രവും. പിന്നെ മൂത്രം പെട്ടെന്ന് നിർത്താറുണ്ടാണ് പ്രയാസമുള്ള കാര്യമാണ്. അവിടെ ഒഴിക്കട്ടെ, ബാക്കി പിന്നെ നോക്കാം. സഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് അവിടെ വെള്ളം ഒഴിച്ചിട്ട് പറഞ്ഞു. നമ്മളാണ് പറയുകയാണ് മുദ്രിച്ച് ഇജ്ജത്തെ കഴിച്ച് അങ്ങനെ വിടുന്നില്ല, എടുക്കണം വായി കെകിടാന്നൊക്കെ പറഞ്ഞു നമ്മൾ അങ്ങനെ കഴിച്ചു. നമ്മളതാ പഠിച്ചത്. സഹാബാക്കൾ പറഞ്ഞു കഴുകാൻ വേണ്ടി പറഞ്ഞു. അവിടെ പൈപ്പുണ്ടാവും, അവിടെ നിൽക്കുക, വെള്ളം കൊണ്ട് അതാ തോട്ടത്തിൽ പോണം. തോട്ടത്തിൽ പോയിട്ട് വെള്ളം കൊണ്ടുവന്നിട്ട് ഇവിടെ വയ്ക്കുക. അയാളോട് നിമിതന്റെ ശാസ്ത്രങ്ങൾ മാന്യമായി പെരുമാറിയിട്ട് അയാളോട് പറഞ്ഞു, സഹോദര അത് ഇബാദത്തിന്റെ സ്ഥലമാണ്, മസ്ജിദാണ്, ഇവിടെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വളരെ സൗമ്യമായി പറഞ്ഞ് അയാളെ വിട്ടു. അയാൾ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു, ഞാൻ ഖൈറുന്നാസ് അബറുന്നാസ് അക്രമുന്നാസ്, ജനങ്ങളിൽ ഏറ്റവും മാന്യനും നന്മ ചെയ്യുന്നവനും ഖൈറുള്ള ആളെ നിന്നാണ് ഞാൻ വരുന്നത്. ഒമാ സജറനി ഒമാ വറബനി ഒമാ ശതമനി, എന്നെ പീഡിപ്പിച്ചില്ല, എന്നെ അടിച്ചില്ല, എന്നെ ചിത്ത പറഞ്ഞില്ല. അയാളാണ് പിന്നെ പരസ്യം. ആര്? സഹാബാക്കൾക്ക് പണി. ബുദ്ധിമുട്ടൊക്കെ ഇക്കുവിന്റെ സഹാബാക്കൾക്കും സുഖമൊക്കെ വേറുള്ള ബുദ്ധിമുട്ടി ഇക്കുവിന്റെ കുടുംബത്തിനും സുഖമൊക്കെ വേറുള്ള ആൾക്ക്. അടിമകൾ വന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ തോൽപാത്രം പിടിച്ചതിന്റെ പേരിൽ മാറിടത്തിൽ കയറിന്റെ പാടുകളുണ്ടായി. തോൽപാത്രം എന്ന് പറഞ്ഞാൽ ആടിന്റെ ഒക്കെ തോല് അങ്ങനെ തുന്നിട്ട് ഒരു ബാക്കിൽ ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒരു ആട് കിടക്കണമായിട്ടാവും. അതിന്റെ രണ്ട് കൈയും രണ്ട് കാലും ചേർത്തിട്ട് അതിനൊരു കയറിട്ട് ഇങ്ങനെ പിടിക്കണം. അപ്പൊ ഈ പിടിക്കുന്ന ഈ ഭാഗത്ത് ഇങ്ങനെ കയറിന്റെ അടയാളം ഉണ്ടാവും. മാറിടത്തിൽ കയറിന്റെ പാട് ആർക്ക്? സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്നത്തി ഫാത്തിമ. ഫാത്തിമത്തു സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗവാസിനികളായ സ്ത്രീകളുടെ നേതാവാണ് ആര്? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മാറിടത്തിൽ കയറിന്റെ പാട്, കൈയൊക്കെ പുല്ല് പറിച്ചതിന്റെ പേര് ഒരു വിരിപ്പിലാണ് കിടക്കല്. ഒട്ടകത്തിന് പുല്ലരിക്കലും ആ വിരിപ്പിലെന്നായിരുന്നു. ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രയാസം വന്നപ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്, ഉപ്പാന്റെ അടുത്ത് കുറച്ച് അടിമകളൊക്കെ വന്നിട്ടുണ്ട്, യുദ്ധത്തടവുകാരൊക്കെ കിട്ടിയിട്ടുണ്ട്, അവിടെ ഉപ്പാനോട് ഒരാളെ കിട്ടുമെന്ന് ചോദിച്ചു നോക്ക്. വീട്ടിൽ പോയപ്പോൾ സ്വാഭാവികമായി അവിടെ ആരോടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഉപ്പാനോട് ചോദിക്കാനുള്ള മടി കാരണം ഒരു തിരിച്ചു വന്നു. ഫാത്തിമ റളിയല്ലാഹുവിന്റെ നടത്തം, ഫാത്തിമ റളിയല്ലാഹുവിന്റെ ശബ്ദം, ഫാത്തിമ റളിയല്ലാഹുവിന്റെ മുട്ട് ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറിട്ട് തിരിച്ചറിഞ്ഞു. താരീഖിൽ എഴുതിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെ നടത്തൊക്കെ ഉള്ള ആളായിരുന്നാല് ഫാത്തിമ റളിയല്ലാഹു. അവിടെ നബി മനസ്സിലാക്കി മോള് വന്നിട്ടുണ്ട്. പിന്നെ മോളെടുത്തേക്ക് അങ്ങോട്ട് പോയി. എന്തിനാ മോളെ വന്നിരുന്ന അവിടെ അലി റളിയല്ലാഹു അൻഹു ചില റിവായത്തുകളിൽ അപ്പോഴും മോള് പറയാൻ പഠിച്ചിട്ട് ഞാനാ പറഞ്ഞത് അലി റളിയല്ലാഹു അൻഹു പറയുന്നത്. ഒരടിമനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഫാത്തിമ ഇങ്ങനെ പ്രയാസപ്പെടുകയാണ്. സ്വന്തം മോളല്ലേ, ഒരടിമനെ കൊടുത്താൽ രണ്ടടിമനെ കൊടുത്താൽ സഹാബാക്കളാരൊന്നും പറയില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമ ഇത് ബദറിലൊക്കെ യതീമുകളായ കുട്ടികളും ബാക്കിയുള്ളവർക്ക് കൊടുക്കാനുള്ളതാണ്. നിനക്ക് അടിമയേക്കാൾ ഖൈറായിട്ട് ഞാൻ പറഞ്ഞു തരാം. ഉറങ്ങാൻ കിടക്കാൻ സമയത്ത് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം, അൽഹംദുലില്ലാഹ് 33 പ്രാവശ്യം, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം പറഞ്ഞാൽ എനിക്ക് അടിമയെ കിട്ടുന്നതിനേക്കാൾ ശ്രേഷ്ഠമായതാണ്. ഉറങ്ങാൻ കിടക്കാൻ നേരത്തെ ചെയ്യാം സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 34 പ്രാവശ്യം. അലി റളിയല്ലാഹു അൻഹുവിനോട് പിൽക്കാലത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു കാലം കഴിഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കഴിഞ്ഞു, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കഴിഞ്ഞു, അലി റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്തിന്റെ കാലം വർഷങ്ങൾ കഴിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾ എന്തെങ്കിലും ഈ ദിക്ർ ചെല്ലാതിട്ടുണ്ടോ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ചെല്ലാതിട്ടില്ല. ഒരാൾ ചോദിച്ചു, പിന്നെ ജമൽ യുദ്ധം നടത്തിയിരുന്നല്ലോ, സിഫീൻ യുദ്ധം നടത്തിയിരുന്നല്ലോ, അന്ന് നിങ്ങൾ ചെയ്തിരുന്നു ചോദിച്ചു. യുദ്ധം അവൻ പറഞ്ഞു, സിഫീൻ യുദ്ധത്തിന്റെ ദിവസം ഞാൻ ചെയ്തിരുന്നു. സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇത്തിബാഇന്റെ രീതിയാണ്. അപ്പൊ സ്വന്തം മകൾക്ക് അടിമല്ല, സ്വന്തം അടിമ മോൾക്കൊക്കെ നിൽക്കരുത്. അടിമൊക്കെ ബദറിലെ ടീമുകൾക്കും ബാക്കിയുള്ളവരും സ്വന്തം അളാപ്പ, സ്വന്തം സഹോദരൻ അവരൊക്കെ യുദ്ധത്തിനിറങ്ങാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രീതി ഇതായിരുന്നു. തങ്ങൾ ഒരാളും നരകത്തിൽ പോകരുത്, അത് തങ്ങളുടെ വലിയ ചിന്തയും ഫിക്റുമായിരുന്നു. വലിയ ചിന്തയും വലിയ ഫിക്റുമായിരുന്നു. നമ്മൾ ഈ ചിന്ത ഫിക്ർ ഏറ്റെടുക്കണം.
നമുക്ക് നമ്മളെ കാര്യം തന്നെ ചിന്തയില്ല ഞാൻ പറഞ്ഞു. പിന്നെ ബാക്കിയുള്ളവരുണ്ട്. ഇല്ല സാർമാരെ, നമ്മളെ കൂട്ടത്തിൽ നമ്മളെ കൂടെ കഴിയുന്ന നമ്മുടെ ഭാര്യമാർ, നമ്മുടെ മക്കൾ, അവരെ പറ്റ ഒറ്റ കാര്യത്തിൽ ദുനിയാവിന്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ടാബ് കാണാറൊക്കെ ടാബ്, മൊബൈലാണോ മൊബൈൽ, ടി വി ആണെന്നൊക്കെ ടി വി. അതിലൊന്നും അള്ളാഹ് ഇഷ്ടമുണ്ടോ ഇല്ലെന്നൊന്നും നമ്മളെ പ്രശ്നത്തിൽപ്പെട്ടാൽ എന്റെ കുട്ടികൾ സുഖമായി ജീവിക്കണം. എവിടെ സുഖമായി ജീവിക്കണം? ഈ 50, 60, 70 കൊല്ലം ജീവിതവും ബാക്കി കാലാകാലം നരകത്തിന്റെ വെറുകുള്ളികളാകെ ഒറ്റ കാര്യക്ക് എന്താ നമ്മളൊന്നും ആലോചിക്കില്ല. നമ്മളെ ഭാര്യമാർ ഒരു ജീവിതം പോയ രാവിലെ മുതൽ വൈകുന്നേരം വരെ നമുക്ക് വേണ്ടി പണിയെടുക്കുക, വസ്ത്രം കാക്കുക, വീട് തുടക്കുക, ഭക്ഷണം ഉണ്ടാക്കുക, എന്നും പണി. എന്താ പണിയില്ലാത്തത്? ആണുങ്ങൾക്ക് ഹർത്താലാണ്, ബന്ധാണെന്നൊക്കെ പറഞ്ഞാലെങ്കിലും ഒഴിവുണ്ടാവും. സ്ത്രീക്കെന്ന ഒഴിവുള്ളു. എന്നും പണി. ഇതൊക്കെ ചെയ്ത് നമ്മളെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരാഹരത്തിന് ഫിക്ർ നമുക്കില്ല. ഒരാഹരത്തിന് ഫിക്ർ നമുക്കില്ല. അതുകൊണ്ട് അവരെ ആഹ്റം വിജയിക്കണം. അവരും സ്വർഗത്തിലെത്തണം. എല്ലാവരും നരകത്തിന്റെ തീയിൽ രക്ഷപ്പെട്ട് എവിടെത്തണം? സ്വർഗത്തിൽ. അത് നമ്മളെ ഫിക്റാവണം, അത് നമ്മളെ ചിന്താവണം. അതിനുവേണ്ടി നമ്മൾ അധ്വാനിക്കണം, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിന്റെ വഴികൾ നമ്മളിലേക്ക് തുറന്നു വരും. ഹിദായത്തിന്റെ വഴികൾ അല്ലാഹു നമ്മളിലേക്ക് തുറന്നു വരും. നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിക്ർ നമ്മളെ ഏറ്റെടുത്താൽ അല്ലാഹു തആല നമ്മളെ സഹായിക്കും. ഉറപ്പായി സഹായിക്കും. നാളെ മഹ്ശറയിൽ നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭാഗക്കാരും അവരായിരിക്കും. കാരണം നബി തന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജോലി ചെയ്തവർ നരകത്തിൽ നിന്ന് ആൾക്കാരെ രക്ഷപ്പെടുന്നത് ഏറ്റവും വലിയ സാമൂഹിക പ്രവർത്തനത്താ. സാമൂഹ്യവർത്തനം ഏറ്റവും വലിയ സാമൂഹ്യവർത്തനത്താ ഓവാലുണ്ടാക്കി കൊടുക്കുക. തോടിന് പാലൊക്കെ ഉണ്ടാക്കണ്ട കേട്ടോ, ഉണ്ടാക്കണ്ടെന്ന് ഞാൻ പറയില്ല. ഏറ്റവും വലിയ പാലം കടന്നു പോകലാണ് ഏറ്റവും വലിയ പാലം. ദുർഘടമായ പ്രയാസകരമായ പാലാണിത്. അത് ഈ മനുഷ്യനെങ്ങനെയെങ്കിലും കടന്നപ്പുറത്ത് അത് കഴിഞ്ഞാൽ പിന്നെ ആരെ നോക്കേണ്ട വേണ്ട. ഒരു മനുഷ്യന്റെ ആഹ്റത്തിനെ പരിചയപ്പെടുത്തിക്കൽ, ഓർമ്മയാക്കി കൊടുക്കൽ, അതാണ് ഏറ്റവും വലിയ ചാരിറ്റി. ബാക്കിയൊക്കെ അതിന്റെ ബാക്കി ബാക്കിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നത് എന്തിനാണ്? നരകത്തിന്റെ തീയിൽ നിന്ന് മനുഷ്യരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ലൗ ദഅഉതു റബ്ബി ലഅതാനി മുൽക കിസ്റ വ കൈസർ. ഞാനെങ്ങാൻ എന്റെ റബ്ബിനോട് ദുആ ചെയ്യുകയാണെങ്കിൽ കിസ്റയുടെയും കൈസറിന്റെയും രാജാധികാരം എനിക്ക് തന്നേനെ എന്ന് നുബുവത്തിന്റെ നാവ് കൊണ്ട് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ദ്വാരന്നാ മതി എനിക്ക് കിസ്റന്റെയും കൈസറിന്റെയും രാജാധികാരത്തിൽ. നമ്മളൊക്കെ ആണെങ്കിൽ പറയും ദ്വാരക്കാന്നൊരു സ്വർണ്ണൊക്കെ വന്നാൽ എല്ലാവർക്കും ഇടിച്ചു കൊടുക്കുക, എല്ലാവരും എന്താക്കുക, എല്ലാവരും സെറ്റപ്പാക്കി കൊടുക്കുക, എല്ലാവരും ജാപം ചെയ്ത് ഇസ്ലാമിലേക്കാക്കാം, എല്ലാവരും സ്വർഗത്തിലാക്കാം. നമ്മളെ സിസ്റ്റർ നിബിധനങ്ങൾ ഉടുതുണിക്ക് മറുതുണില്ല, പട്ടിണി പാവം. തങ്ങൾ പട്ടിണി കിടന്നു, പ്രയാസപ്പെട്ടു. അപ്പോഴൊക്കെ തങ്ങളുടെ ഫിക്രിതാണ്, നരകത്തിന്റെ തീരുന്ന ആൾക്കാർ രക്ഷപ്പെടണം. അവിടെ സാധാരണ നമ്മളെ പണി, ഏറ്റവും വലിയ പണി കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ വ തുഅ്മിനൂന ബില്ലാഹ്. ഖുർആൻ കുന്തും, നിങ്ങൾ ഖൈറ ഉമ്മ, നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായമാണ്. എപ്പോഴാണ് നിങ്ങൾ ഉത്തമ സമുദായമാവുക? എപ്പോഴാണ് നിങ്ങൾ ഏറ്റവും ഉത്തമ സമുദായം? ഖൈറ ഉമ്മത്താവാൻ എപ്പോഴാണ്? കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ട സമുദായമാണ് നിങ്ങൾ. ജനങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ടതാണ്. നിങ്ങളെ പെണ്ണുങ്ങൾക്ക് കുട്ടികൾക്ക് മാത്രം അയക്കപ്പെട്ടവരല്ല. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അയക്കപ്പെട്ട ഉത്തമ സമുദായമാണ് നിങ്ങൾ. എന്താ നിങ്ങളെ പണി? എപ്പോഴാണ് നിങ്ങൾ ഉത്തമ സമുദായമാവുക? തഅ്മുറൂന ബിൽ മഅറൂഫി വ തൻഹൗന അനിൽ മുൻകർ വ തുഅ്മിനൂന ബില്ലാഹ്, നന്മയായ കാര്യങ്ങളെ കൽപ്പിക്കുക, തിന്മയായ കാര്യങ്ങളെ നിരോധിക്കുക. വ തുഅ്മിനൂന ബില്ലാഹ്, അല്ലാഹുവിലുള്ള വിശ്വാസമുള്ളതിനോടുകൂടി നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവണം. ഇത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഖൈറ ഉമ്മത്താവൂല, ഉത്തമ സമുദായാവൂല. എങ്ങനെ നമ്മൾ ഉത്തമ സമുദായാവുക? അതുകൊണ്ട് സഹോദരന്മാരെ, ഞാനിപ്പോൾ ഉത്തമ സമുദായമാവണം. എങ്ങനെ ഉത്തമ സമുദായമാവണം? നമ്മളെ പണി ഇതാണ്.
അള്ളാഹുവിൽ വിശ്വസിക്കുന്നതോടൊപ്പം നന്മ ചെയ്യുകയും തിന്മകളിൽ നിന്ന് അത് നന്മയിലേക്ക് ആളുകളെ കൽപ്പിക്കുകയും ഉപദേശിക്കുകയും തിന്മകളിൽ നിന്ന് ആളുകളെ വിട്ടുനിർത്താനുള്ള പണിയെടുക്കുകയും ചെയ്യുക. അതാണ് ഏറ്റവും വലിയ പണി. അവിടെ സാധാരണ സ്നേഹിതന്മാരെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നന്മയിലേക്ക് ആളുകളെ വിളിക്കുക. ഇത് നമ്മുടെ ജോലിയാണ്. അള്ളാഹു പറയാം, നിങ്ങളിൽ നിന്നുണ്ടാവട്ടെ ഉമ്മത്തുന്നൊരു സമുദായം ഉണ്ടാവട്ടെ, നന്മയിലേക്ക് വിളിക്കുന്നവരായ ആൾക്കാർ, നന്മയിലേക്ക് വിളിക്കുന്ന ആൾക്കാരുണ്ടാവട്ടെ. എല്ലാവരും റിക്വസ്റ്റല്ല, ഞാൻ എന്റെ കവറിലുണ്ടാവും. എല്ലാവരും പറഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഈ ജോലി ചെയ്യേണ്ടത് നമ്മളാണ്. സഹാബാക്കൾ ലോകം മുഴുവൻ സഹാബാക്കളുടെ ദിക്ർ ചിന്ത അല്ലാഹു തആല എത്തിച്ചു. ലോകം മുഴുവനും അവരുടെ ചിന്തകളെത്തി. അവർക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ അന്നത്തെ കാലത്തൊക്കെ എത്തി. യാത്ര ചെയ്തവർ 1,24,000 സഹാബാക്കൾ ഹജ്ജത്തുൽ വിദാഇ തങ്ങളെ കൂടെ ഉണ്ട്. 1,24,000 1,400,000 സഹാബാക്കളുണ്ട്. ചില ഉലമാക്കളുടെ അഭിപ്രായം അനുസരിച്ച് നബിതങ്ങളുടെ വഫാത്തിന്റെ സമയം 2,00,000 സഹാബാക്കളുണ്ട്. പോട്ടെ, 1,400,000 എല്ലാവരുടെ സുപരിചിതമായതാണ്. 1,400,000 സഹാബാക്കൾ ഉണ്ടായിട്ട് ഈ 1,400,000 സഹാബാക്കളിൽ ഏകദേശം 10,000 അല്ലെങ്കിൽ 12,000 സഹാബാക്കളുടെ ഖബറാണ് ഹിജാസ് മുഖദ്ദസയിലുള്ളത്. എന്നുവെച്ചാൽ മക്ക, മദീന തുടങ്ങിയ ആ പ്രദേശം, ബദർ, ഉഹദ്, ഈ പ്രദേശങ്ങളിൽ ആകെ കൂടിയുള്ളത് 10,000 അല്ലെങ്കിൽ 12,000. ബാക്കി 1,12,000 കൂട്ടിക്കോളി, 15,000 കൂട്ടിക്കോളി. ബാക്കി 1,09,000 അല്ലെങ്കിൽ 10,000 എവിടെ പോയി? 25,000 കൂട്ടിക്കോളി. 1,00,000 എവിടെ പോയി? എവിടെ പോയത്? 1,00,000 സഹാബാക്കൾ പോയത് വേറെ സ്ഥലങ്ങളിലാണ്. അവരുടെ ഖബറുകളുള്ളത് എവിടെ ഉള്ളത്? വേറെ പല പ്രദേശങ്ങളിലാണ്. തബൂക്കിൽ സഹാബാക്കളുടെ ഖബറുകൾ, അതേപോലെ തന്നെ ജോർദാനിൽ സഹാബാക്കളുടെ ഖബർ, അതേപോലെ തന്നെ അവിടെ സഹാബാക്കളുടെ ഖബറുകൾ, അറിയപ്പെട്ട സഹാബാക്കളുടെ ഖബറുകൾ പല ഭാഗങ്ങളിലാണ്. എന്തിനാണ് ഒരു പല ഭാഗങ്ങളിലായത്? മദീന മുനവ്വറയുടെ ഖബർസ്ഥാന്റെ മഹത്വം അവർക്ക് അറിയാനിട്ടല്ല. മക്കത്തുൽ മുക്കറമയുടെ ഖബർസ്ഥാനിന്റെ മഹത്വം അവർക്ക് അറിയാനിട്ടല്ല. പക്ഷെ അവർ അതിനേക്കാളും വലുതായി കണ്ടത് ഈ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ജീവൻ അർപ്പണം ചെയ്യണം, ജീവൻ നൽകണം, അള്ളാഹുവിന് വേണ്ടി ജീവൻ നൽകണം. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു വൃദ്ധനായ സഹാബിയാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടു. അവസാനം ഖുസ്തുന്തൂനിയയിലെത്തി. പോകുന്ന വഴിയിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ പോകുന്ന വഴിയിൽ മരണപ്പെട്ടാൽ എന്റെ ജനാസയും കൊണ്ടുകൾ മുന്നോട്ട് പോകണമെന്ന്. ജനാസയും കൊണ്ടുപോകണം. ഖുസ്തുന്തൂനിയയുടെ കോട്ടന്റെ താഴ്വാരത്ത് അവരെ ഖബറടക്കം ചെയ്യപ്പെട്ടു. കോട്ടയ്ക്കുള്ളത് ശത്രുക്കൾ എന്താണ് ചെയ്യുന്നത് നോക്കാൻ വേണ്ടി നോക്കുമ്പോ അവർ കാണുന്നത് എന്തോ അവർ അവിടെ കുഴിച്ചെടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോ പ്രകാശങ്ങനെ പോകുന്നുണ്ട്. രാവിലെ 2 നായകന്മാർ തമ്മിൽ സംസാരം ഉണ്ടായി. ഇന്നലെ രാത്രി നിങ്ങൾ എന്താണ് അവിടെ ചെയ്തതെന്ന് വെച്ചു. അത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരു വന്യവയോധികനായ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വഴിയിൽ മരണപ്പെട്ടു. അദ്ദേഹം ഖബറടക്കം ചെയ്തതാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, നിങ്ങളുടെ മരിച്ചാൾക്ക് എത്ര പ്രകാശമുണ്ടെങ്കിൽ ജീവിക്കുന്ന ആൾക്ക് നിങ്ങളുടെ ഹക്കാണെന്നൊരു പറഞ്ഞു. കീഴടങ്ങിക്കോട്ട, പുറപ്പെടണമെന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിനോട്. നിങ്ങൾക്ക് പ്രായമായി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്നുള്ള വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ വീട്ടിലിരിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ സുഖം ഉണ്ടാവുമ്പോഴും പ്രയാസം ഉണ്ടാവുമ്പോഴും അള്ളാഹുവിന്റെ മാർഗത്തിൽ പുറപ്പെട്ടോളി എന്ന വചനം എന്നെ നിർത്താൻ അനുവദിക്കുന്നില്ല. നാളെ അള്ളാഹുവിനോട് ചോദിച്ചാൽ എന്റെ ജനാസ വരെ യാത്ര ചെയ്തിട്ട് നിങ്ങൾക്ക് പറയണമെന്ന്. സഹോദരന്മാരെ, ഇങ്ങനെ യാത്ര ചെയ്തിട്ടാണ് ഈ ദീനുണ്ടാക്കിയത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയൊരു ഫിക്ർ ആണ് ലോകം മുഴുവനും മനുഷ്യരാക്കി ദീനുണ്ടാവണം. എല്ലാ ഗതികളിലും കമ്പോളങ്ങളിലും ഇടവഴികളിലും എല്ലാ സ്ഥലത്തും ആളുകളെ കണ്ട് അവരോട് ദീനിന്റെ കാര്യം പറയണം. ഇനി പറയാൻ ലാ നബിയ ബഅദി വലാ ഉമ്മത ബഅദകും, നിങ്ങൾക്ക് ശേഷം ഒരു നബി വരാനില്ല, നിങ്ങൾക്ക് ശേഷം ഒരു ഉമ്മത്തിൽ വരാനില്ല, നിങ്ങൾക്ക് ശേഷം ഒരു ഉമ്മത്തിൽ വരില്ല. അതുകൊണ്ട് നിങ്ങളുടെ ജോലിയാണ്, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഹജ്ജത്തുൽ വിദാഇ ജബലുർ റഹ്മന്റെ താഴ്ഭാഗത്ത് നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടുള്ള മുഴുവൻ സഹാബാക്കളെ നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഞങ്ങൾക്ക് ദീൻ എത്തിച്ചു തന്നില്ലയോ?
അലാ ഹൽ ബല്ലഗ്തു, ഞങ്ങൾക്ക് ദീൻ എത്തിച്ചു തന്നില്ലേ? ഒരു പറഞ്ഞു അതെ എത്തിച്ചു തന്നു എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് വിരൽ ചൂണ്ടിട്ട് അല്ലാഹു അഷ്ഹദ് അല്ലാഹു അഷ്ഹദ് അല്ലാഹു അഷ്ഹദ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നീ സാക്ഷിയാണ് അവര് പറഞ്ഞതിന്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പള്ളികളിലൊക്കെ എഴുതി തൂക്കിയിട്ടുണ്ടാവും അറഫ പ്രഭാഷണം എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ വായിച്ചു നോക്കിയാൽ മതി. അതിലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മത്തിനെ അവസാനമായി ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നുണ്ട്. ഇവിടെ ഹാജരുള്ളവർക്ക് ഹാജരില്ലാത്തവർക്ക് എത്തിച്ചു കൊടുക്കണേ. ആ ഉത്തരവാദിത്വം സഹാബാക്കൾ തോളിലേറ്റി അവരുടെ ജീവനും അവരുടെ സമ്പത്തും അവരുടെ കഴിവുകളും യോഗ്യതകളും എല്ലാം ആ വഴിയിൽ അവർ ചെലവാക്കി ദൂരദേശങ്ങളിൽ യാത്ര ചെയ്തു. അവസാനം അതാത് സ്ഥലങ്ങളിൽ അവർ മരണപ്പെടുകയും അവരുടെ കബർസ്ഥാനുകൾ അവിടെ ഉണ്ടാവുകയും ചെയ്തു. അവരുടെ സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് സംഘങ്ങളായി ജമാഅത്തുകളായി യാത്ര ചെയ്ത് ഓരോ ഗലികളിലും കമ്പോളങ്ങളിലും പോയി ആളുകളോട് ദീൻ പറഞ്ഞ് അങ്ങനെ ഇസ്ലാമിലേക്കും ഇസ്ലാമിന്റെ ആദർശങ്ങളിലേക്കും അള്ളാഹുവിന്റെ കൽപ്പനകളിലേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളിലേക്കും ആളുകളെ കൂട്ടിക്കൊണ്ടുവന്നതാണ്. 5 സഹാബാക്കൾ, 8 സഹാബാക്കൾ, 10 സഹാബാക്കൾ, ഇങ്ങനെ തുടങ്ങിയ സഹാബാക്കളുടെ കുറഞ്ഞ എണ്ണങ്ങൾ ഓരോ നാട്ടിൽ പോയിട്ട് അവരുണ്ടാക്കിയ മാറ്റത്തിനാണ്. മിസ്ർ ഈജിപ്ത് ഒരു അറബ് കൺട്രി അല്ല. പക്ഷേ മിസ്റിൽ സഹാബാക്കളുടെ സംഘം ചെന്നിട്ട് അവരോടുള്ള മഹബത്തിൽ അവരുടെ ഭാഷ വരെ സ്വന്തം ഭാഷയാക്കി. സഹാബാക്കൾ ഇങ്ങനെ ഒരു നാട്ടിലോട്ട് ചെന്നാൽ അവരുടെ കളറ് ബാക്കിയുള്ള മേലിൽ ആക്കാന്നല്ലാതെ ആ നാട്ടിലെ കളറ് നമ്മളെവിടെയും ബാംഗ്ലൂർക്ക് പഠിക്കാൻ പോയെന്നാ പിന്നെ ഇവിടെ ടൗസർ മലപ്പുറത്ത് നല്ല നാടൻ തുണിയെടുത്ത നാട്ടില് ടൗസറൊക്കെ ഇട്ടിട്ട് ചങ്ങന്മാർ നടക്കുന്നുണ്ട് വെച്ചത് ഏതോ യൂറോപ്പാണ്. അതൊക്കെ ആൾക്കാർക്ക് ആരം എന്നുവെച്ചാൽ അവിടുത്തെ ഇങ്ങോട്ട് ഒപ്പിയെടുത്ത് വരികയാണ്. നമ്മളെ തീരെ ഉടുക്ക് പാവില്ല, നമ്മളേക്ക് ഉള്ളിൽ കയറുക. സാമാക്കളെ 5 എണ്ണം പോയാൽ ആ സ്ഥലത്ത് ഉള്ളിൽ അതായി അത് എത്ര ഉണ്ടാവും. ഈ ക്യാരറ്റ് എന്താ പറയില്ലേ, ബീട്രൂട്ട് അല്ലേ, ബീട്രൂട്ട് അത് വെള്ളത്തിന് വില എന്താ ഉണ്ടാകുക? അതതിന്റെ കളറ് മറ്റു പുരിച്ചുകൊണ്ട് വരും. ആര്? അള്ളാഹു താലി പറഞ്ഞ അള്ളാന്റെ ചായ ഉണ്ടാക്കി സഹാബാക്കൾ പോയ സ്ഥലത്തുള്ള ഒരു സുന്നത്തുകളെ കൊണ്ട് വിതറി വലിയ രാജ്യങ്ങളെ 5 ആൾക്കാരൊക്കെ ഇങ്ങോട്ടാക്കുക. ഉമർ റളിയല്ലാഹു അൻഹു അയച്ച സംഘം കൊട്ടാരത്തിൽ ചെന്നു. കൊട്ടാരത്തിൽ ചെന്നിട്ട് ദൂതനാണ്, വിഷയം പറയാൻ വേണ്ടി പോയതാണ്. അപ്പൊ ആദരിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ദൂതനാണ്, കളിച്ചാൽ പിന്നിപ്പോൾ കളി കൂടും. അതുകൊണ്ട് ഭയങ്കര ബഹുമാനത്തോടു കൂടി ഈ ഭക്ഷണമൊക്കെ കൊടുക്കാൻ രാജസന്നിധിയിൽ ഭക്ഷണം കൊടുക്കുമ്പോ അദ്ദേഹം താഴെയിരുന്നു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി താഴെത്തിട്ട് ഭക്ഷണം കഴിക്കുമ്പോ എല്ലാവരും ഇരുന്ന് താഴത്ത് കഴിക്കുന്നതിന്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം ഒരു പ്ലേറ്റ് വൃത്തിയായിട്ട് പഠിച്ചു. വിരലുകളെ കുറിച്ചപ്പോ അതിലൊരാൾ പറഞ്ഞു, ഞങ്ങളുടെ രാജസദസ്സിനെ നിങ്ങൾ അപമാനിക്കരുത്. എന്നുവെച്ചാൽ ഇവിടെ ഭക്ഷണം കിട്ടാത്ത മാതിരി ഒരു ദാരിദ്ര്യത്തിന്റെ കളികൾ കളിക്കരുത്, ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടെന്നുള്ളത്. അപ്പൊ അദ്ദേഹം ഒന്നും കണ്ടില്ല. കുറച്ച് എന്തെങ്കിലും എഴുന്നേറ്റ് ഒരു മെലിഞ്ഞതാണ്. അദ്ദേഹം ചോദിച്ചു, അഅ്തുറു സുന്നത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹൗലാഇൽ ഹുമഖാത്ത്. അഅ്തുറു സുന്നത്തൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലിഹൗലാഇൽ ഹുമഖാത്ത്. ഈ കാണുന്ന കുട്ടികൾക്ക് വേണ്ടി ഞാൻ എന്റെ ഹദീമിന്റെ സുന്നത്തിനെ ഉപേക്ഷിക്കണമോ? ഞാനും കൂടെ ഒന്ന് ഈ ചോദ്യം ചോദിക്കാം. ഞാനും കൂടെ എന്നാ ചോദിക്കാം, നിങ്ങൾ പറയും. നിങ്ങൾ ചിലപ്പോൾ കഴിയാൻ ഭയങ്കര സ്ട്രോങ്ങാണ്, ഭയങ്കര തീവ്രതയാണ്. തീവ്രത നല്ല വഴി ഇതൊക്കെ ഹക്ക് എന്നാ വിളിച്ച്. ആരെ? ഹൊമക്കാന്ന് പറഞ്ഞാൽ ഹക്കിന്റെ ബഹുവചനം. എടാ ഹക്ക് എന്റെ ഞാൻ ഈ ലളിതങ്ങളുടെ സുന്നത്തിനെ ഉപേക്ഷിക്കണം എനിക്ക് വേണ്ടിട്ട് ചോദിച്ചാൽ ആകെ നിലനിൽക്കാം. സഹാബാക്കളോ അവർ ഇതാണ് ഒരേ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇതാണ് ഒരെന്നാ പോയത്. ഒരു ചങ്കൂറ്റുണ്ടായിരുന്നു. ഒരു മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു ബേജാറില്ല. ജീവിക്കാൻ വേണ്ടി ജീവിക്കുന്നവർക്കാണ് ഒക്കെ ബേജാറുണ്ടായി. ഞാൻ ഇപ്പം ഇങ്ങനെ ചെയ്താൽ ഓഫീസർ എന്താ പറയാ, ഞാൻ ഇങ്ങനെ ചെയ്താൽ മറ്റവൻ എന്താ പറയാ, ഞാൻ ഇങ്ങനെ ചെയ്ത അമ്മശാക്ക് എന്താ പറയാ, ഞാൻ ഇങ്ങനെ ചെയ്ത അമ്മായിം എന്താ പറയാ, ഞാൻ ഇങ്ങനെ ചെയ്ത അടിയൻ എന്താ പറയാ. ഇളച്ചിനൊക്കെ അവരുടെ പേടി, മൂത്തച്ഛനെ പേടികൾ. അവർക്ക് എന്തിനാ ചങ്ങായി ഭൂമിയിൽ മനുഷ്യനെ നടക്കുന്നത്?
ചിലർ അയ്പത്തര മാറ്റും. എടുത്ത് ഭാര്യയോട്ട് പോകുമ്പോൾ ഒരു കോലം, എന്നിട്ട് വേറെ കോലം. ബസ് സദസ്സെന്ന് ചോദിക്കാണ് ഈ കാണുന്ന വീട്ടിലേക്ക് വേണ്ടി ഞാൻ നബിതങ്ങളോട് സുന്നത്ത് ഒറ്റന്ന് പോയിട്ടാൽ ഒരു നാട് മറിക്കാൻ ഇത് ഒറ്റന്ന് മതി. ഒരു താക്കത്തോരെ കയ്യിലുണ്ട്. ഞങ്ങളെ കൂടെ ഉണ്ട്. ആരും ഒന്നുമല്ല. ഇത് ഹൃദയത്തിനോട് കയറിയാൽ ഒന്നും പ്രശ്നമായിരിക്കൂല. ഹൃദയത്തിൽ കയറിയില്ലെങ്കിൽ എല്ലാം പ്രശ്നമായിരിക്കും. അതാണ് ഇമാൻഡാക എന്ന് പറയുന്നത്. അവിടെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്തിനോട് സഹാബക്കൾക്ക് ഇത്ര കുറയും. അവർക്ക് സുന്നത്ത് അത്ര വലുതെന്നോട് ഒഴിവാക്കൂല. യുദ്ധത്തിൽ പരാജയ ഭീഷണിക്കായപ്പം കത്തേറ്റി ഉമർ റളിയല്ലാഹു അൻഹു കത്തേറ്റ് ഉമറിൽ നിന്ന് തിരിച്ച് കത്തേറ്റി നബിതങ്ങൾ സഹാബങ്ങളെ സുന്നത്താണ് ഉപേക്ഷിച്ചത്. ഏത് സുന്നത്താണ് ഉപേക്ഷിച്ചത്? അവർ ആ കൂടിയാലോചന മനസ്സിലായി. വിസ്വാക്ക് തിരക്കിന്റെ ഇടയിൽ പോയിട്ടുണ്ട്. വിസ്വാക്ക് പറഞ്ഞാൽ മനസ്സിലാവും. നമുക്കൊന്ന് പരിചയമില്ലാത്ത സാധനമാണ് വിസ്വാക്ക്. കമ്പ് കഷ്ണം. സഹാബാക്ക കത്ത് വായിച്ചു. ഉടനെ സുന്നത്തിന് തിരിഞ്ഞു. ആറ്റുമാര് കൊമ്പൊക്കെ പൊട്ടിക്കൽ തുടങ്ങി, വരുതൽ തുടങ്ങി. അവർ ചാരൻ മനസ്സിലാക്കി. ഇവന്മാരോട് ഇന്ത്യ കളിച്ചാല് എന്തായാലും കഴിച്ചിട്ടാവില്ല. കാരണം പല്ലു വരെ എന്താക്കിട്ട് ഒഴിവാക്കൂല. കാരണം നബിതങ്ങൾ സാധനങ്ങൾ മരിക്കുന്ന സമയത്തും ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ട് മറ്റ് ഭാര്യമാർക്ക് കിട്ടാത്ത എനിക്ക് കിട്ടിയ ശ്രേഷ്ഠത ഒന്ന് എന്റെ നെഞ്ഞിൽ അല്ലെങ്കിൽ എന്റെ മടിയിൽ കിടന്നിട്ടാണ് റസൂലുള്ളാഹി സാധനങ്ങൾ വഫാത്തായത്. രോഗാനുഗ്രഹി വഫാത്തായത്. ഇതിനേക്കാൾ വലിയ അനുഗ്രഹം നല്ലത്. മറ്റൊന്ന് വഫാത്തിന്റെ സമയം എന്റെ ഉമിനീരും തങ്ങളുടെ ഉമിനീരും ചേർന്നിട്ടുണ്ട്. എന്താണ് ചേർന്നത്? ആ അബ്ദുറഹ്മാൻ സഹോദരൻ വിസ്വാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അറബികളെ എപ്പോഴും എത്തിച്ചാൽ മതി. കുറച്ച് ജീവിപ്പിക്കുന്ന അറബികളെ തൊള്ളയിൽ എപ്പോഴും ഉണ്ടാവും. തൊള്ളയിൽ പോക്കറ്റിൽ ഇവിടെ ഓരോ കമ്മീസിൽ തന്നെ ഒരു വിസ്വാക്കെ കാണേ. നമ്മൾ മൊബൈലൊക്കെ ഉണ്ടാക്കണമായിട്ട് ഒരു വിസ്വാക്കെ കണ്ട സാധനം ഉണ്ടാവും. അതിങ്ങനെ തിരിങ്ങനെ ഉണ്ടാവും. അപ്പൊ അബ്ദുറഹ്മാൻ പിന്നെ അബൂബക്കർ റളിയല്ലാഹു മോൻ അബ്ദുറഹ്മാൻ കാക്ക സഹോദരൻ ഇങ്ങനെ വിസ്വാക്ക് ചെയ്ത് കണ്ടപ്പോ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വിസ്വാക്കിലേക്ക് ഇങ്ങനെ നോക്കി. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹക്ക് മനസ്സിലായി നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കൃത്യതയോടുകൂടി ലൗലാ അശഖ അലാ ഉമ്മത്തി ലഅമർതുഹും ബിസ്സിവാക്, ഞാൻ എന്റെ ഉമ്മത്തികൾക്ക് ഭാരമാവും ബുദ്ധിമുട്ടാവുമെന്നുള്ള ഭയമില്ലായിരുന്നെങ്കിൽ ലഅമർതുഹും ബിസ്സിവാക്, അവരോട് മിസ്വാക്ക് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നേനെ. അത്ര കൃത്യനിഷ്ഠമായി ചെയ്തിരുന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തങ്ങളതിലേക്ക് നോക്കിയപ്പോൾ ആയിഷ റളിയല്ലാഹു വേറെ മനസ്സിലായി. മിസ്വാക്ക് വേണമെന്ന് ചോദിച്ചു. തങ്ങൾ ആംഗ്യം കാണിച്ചു. തങ്ങൾക്ക് പറയാനൊന്നും പറ്റില്ല. അപ്പൊ തന്നെ മിസ്വാക്ക് വാങ്ങി അതിന്റെ ഇപ്പുറത്തെ തല കടിച്ചു. അത് ചവച്ചിട്ട് തങ്ങളുടെ വായ ഇങ്ങനെ വെച്ചു കൊടുത്തു. അങ്ങനെ മിസ്വാക്ക് ചെയ്ത് കൊടുത്തു. പലമാക്കൾ മിസ്വാക്കിന്റെ ഫളായിൽ എഴുതുന്നുണ്ട്, അതിന്റെ മഹത്വത്തിൽ എഴുതുന്നുണ്ട്. മിസ്വാക്ക് സ്ഥിരമായി ചെല്ലുന്നവർക്ക് കെലിമ ചൊല്ലിയുള്ള മരണം എളുപ്പമാകും. കറുപ്പ് മനസ്സിലായി. കഞ്ചക്കമായിട്ടുള്ള സാധനം, മയക്കുമരുന്ന്, അത് ഉപയോഗിക്കുന്ന ആൾക്ക് മരണസമയത്ത് കെലിമ ചെല്ലാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല എന്ന് ഓണം അങ്ങനെ എഴുതിച്ചു. അവിടെ കഞ്ചടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചെന്നൈ വരെ നിർത്തി. ഇപ്പത്തെ ഇവിടെ പള്ളിയിൽ വരാൻ പറ്റുമെന്ന് നിങ്ങൾ ചോദിക്കും. ഇപ്പൊ എല്ലാവരും തൈര് കഞ്ചടിക്കാത്തവരാരാന്ന് തെരഞ്ഞെടുക്കേണ്ടി വരും. എല്ലാവരും സുലഭമായി കടം ലോറിക്ക കൊടുക്കരുത്. ഓരോരുത്തരും കുടിക്കുന്നതിന്റെ കിലോ നോക്കിയാൽ മതി. ഇത് അഴിയൊന്നല്ല, ആകെ കുറച്ച് മതി. അതുകൊണ്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോ പറഞ്ഞേക്ക് മരിക്കുന്നത് കേൾപ്പട്ടില്ല. പിന്നെ കാണാൻ നിരകയിൽ സാറിന് ആരെ മോനാണ് ആരെ വെക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ വിശ്വാസം ചെയ്തു കൊടുത്തു. ഈ വിശ്വാസം ഇത്ര പ്രധാനമുള്ളതാണെന്ന് നമുക്കറിയാം. വിശ്വാസം കൊണ്ട് എന്താവാനാണ് നമ്മൾ വിചാരിക്കുക. ആരെങ്കിലും ഒരു കമ്പൊക്കെ വെച്ചാൽ ഓനോടൊരു മര്യാദ അവർക്ക്. ഈ യുഗത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരു ചെങ്ങായി പറയിപ്പിക്കാനായിട്ട് ഇസ്ലാമിനെ പറയിപ്പിക്കാൻ വിശ്വാസികളാണ്. ഓനാണെങ്കിൽ മറ്റുള്ളവരെ കയ്യൊക്കെ കെട്ടി നല്ല ദമ്മില് പാന്റ് സൂസ കെട്ടി ഇന്നൊക്കെ ചെയ്ത് സൂസ കെട്ടി ഓങ്ങനെ നിൽക്കണ കാണുമ്പോ ഇസ്ലാമിന്റെ എന്തോ ഭയങ്കര സംഭവമാണ്. വിശ്വാസികളോ ഇസ്ലാമിന്റെ ഒന്നുമല്ല. അവിടത്തുമാണ് അറിയാം. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇത്ര കണിശമായിട്ട് വിശ്വാസം ചെയ്യാൻ പറഞ്ഞു. അത് നിങ്ങളുടെ റബ്ബിന്റെ തൃപ്തിണ്ടാക്കും, നിങ്ങളുടെ വായന്റെ ദുർഗന്ധം നശിക്കും, മോനക്ക് ശക്തി ഉണ്ടാവും. ആ വിശ്വാസം ഓരോ സുന്നത്തിനുണ്ട്. ഇന്ന് രാവിലെ, വെള്ളിയാഴ്ചയാണല്ലോ, ഇന്ന് രാവിലെ ഒരാളിനോട് പറഞ്ഞു, താഴെ ഇരുന്ന് ഞാൻ ആഹാരം കഴിക്കലുണ്ടായിരുന്നു. മുമ്പേ ഒരു താഴെ ഇരുന്ന് ആഹാരം കഴിക്കുന്നതാണ്.
ഇവര് കുറച്ചൊക്കെ ഈ എക്സസൈസും പിന്നെ ആരോഗ്യമൊക്കെ നോക്കണം. അപ്പൊ എന്നോട് ഇന്ന് രാവിലെ സുഖീസ്കാരം കഴിഞ്ഞോണ്ട് തായിരുന്ന ആഹാരം കഴിക്കുന്നതിന്റെ പേരിൽ ഞരമ്പിന് ശക്തി ഉണ്ടാവും, ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവും, മസിലിന് പവർ ഉണ്ടാവും. ഇന്ന് രാവിലെ പറഞ്ഞു. ഞാൻ ഒറ്റക്ക് ആലോചിച്ചു, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നമാന അബ്ദുൻ അഖുലുകമായ ഖുലുൽ അബ്ദ്. ഞാനൊരു അടിമയാണ്, ഞാനൊരു അടിമ ആഹാരം കഴിക്കുന്ന പോലെയാണ് ആഹാരം കഴിക്കാൻ. തങ്ങൾ താഴ്ന്ന ആഹാരം കഴിക്കുന്നു. മാ അകല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തഖിഅ. തങ്ങൾ ചാരി ഇരുന്നിട്ട് ആഹാരം കഴിച്ചിട്ടേ ഇല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുള്ള തങ്ങളുടെ പ്രിയങ്കരരായ ഉമ്മത്തികളോട് ഞാൻ പറയാം, നമ്മളെ പുന്നാര നബിന്റെ സ്വഭാവതായിരുന്നു ചാരി ആഹാരം കഴിച്ചിട്ടില്ല. നെഞ്ചത്തിന് കൈവെക്കി എന്നിട്ട് ചോദിക്ക്, എത്ര ദിവസം അങ്ങനെ കഴിക്കാതെ നിന്നിട്ടുണ്ട്? നമ്മളും തീരുമാനിച്ചുള്ള ബന്ധമായി പറഞ്ഞത് റബീഉൽ മാസം ഒരു 12 വരെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയില്ലെങ്കിൽ റബീഉൽ മാസത്തിൽ വാട്സപ്പിൽ 4 അങ്ങോട്ടും ഇങ്ങോട്ടും സംഘടന അത് വിട്ടതുകൊണ്ട് സംഗതി ഒന്നും ആവുല. സഹോദരന്മാരെ, നബിതങ്ങളുടെ സഹാബത്തിന്റെ ജീവിതം ഫോളോ ചെയ്യും. ജീവിതത്തിൽ ആഫിയത്തും ആരോഗ്യം ഉണ്ടാവും, മനസ്സിന് സ്വസ്ഥത ഉണ്ടാവും. സുന്നത്ത് വെറുതല്ല, ഇത് അള്ളാഹു പഠിപ്പിച്ചതാണ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹിയല്ലാതെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളൊന്നും ചെയ്യില്ല. തിന്നുന്നേ നോക്കണം. നിങ്ങൾ നടന്ന് തിന്നരുത്, നിന്ന് തിന്നരുത്, ഇടത്തെ കൈകൊണ്ട് തിന്നരുത്, കുടിക്കരുത്. അത് പിശാചാണെന്ന് നുബൂവത്തിന്റെ നാവോട് പറഞ്ഞു. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. വഹി മാത്രം സംസാരിക്കണം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടത്തെ കൈകൊണ്ട് തിന്നരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞാൽ മുസ്ലിമിന് എങ്ങനെ ചെയ്യാൻ കഴിയാ? എത്ര ആളുടെ കൈ ഓടിക്കുന്നത്? എത്ര ആളുടെ കൈ ഓടിക്കുന്നത്? ആർക്കവിടെ പ്രശ്നം? ഒന്നുകൊണ്ട് പ്രശ്നമല്ല. എന്നുവെച്ചാൽ നബിതങ്ങളുടെ സഹാബത്തിന്റെ ചര്യ നമുക്ക് ആർക്കും വേണ്ട. നമ്മൾ വേറെ കോറവിലാണ്. ഇല്ല സഹോദര, സുന്നത്തിലേക്ക് മടങ്ങി ഹിമ്മത്തും ഇസ്തിഖാമത്തും ധൈര്യവും ഈ സമുദായത്തിൽ ഉണ്ടാവും. അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവും. അള്ളാഹ് സഹായിക്കാൻ തുടങ്ങിയ ലോകത്ത് ഒരാൾക്കും ഈ സമുദായത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ അള്ളാഹ് പറയാൻ, അള്ളാഹ് നിങ്ങളെ സഹായിച്ചാൽ ഫലാഹാരികൾക്കും നിങ്ങളെ കീഴ്പ്പെടുത്താൻ, നിങ്ങളുടെ മുന്നിൽ മുകളിൽ കയറാൻ ഒരാൾക്കും കഴിയില്ല. അവൻ നിങ്ങളെ കൈയൊഴിഞ്ഞാൽ അള്ളല്ലാതെ വേറെ ആരാങ്ങളെ സഹായിക്കാണ്ടത്? ആര് ചോദിക്കാണ്? അള്ള ചോദിക്കാണ്. എവിടെ? ഖുർആൻ. നമുക്ക് അള്ളാന്റെ സഹായം എവിടെ കിട്ടുക? അള്ളാന്റെ സഹായം കിട്ടിയ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തരീഖയിലേക്ക് വരി, സുന്നത്തിലേക്ക് വരി. അതുകൊണ്ട് നമ്മളെ ഉറക്കം, നമ്മളെ തിന്നല്, നമ്മളെ കുടിക്കല്, നമ്മുടെ കല്യാണം, നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ സുന്നത്തിലേക്ക് വരി. അവിടെ സാധാരണ കാര്യത്തിനൊന്നും നിസ്സാരമായി കാണരുത്. ഒരു വിശ്വാസത്തോട് വെറുപ്പ് തോന്നുന്നുണ്ടെങ്കിൽ അപ്പ പോയി ചെക്ക് ചെയ്യണം. എന്ത് കൊളസ്ട്രോളോ അല്ല, നിഫാഖ്. എന്താണ് നിഫാഖ്? അപ്പ ഏതെങ്കിലും ലാഭം കയറുക, നിഫാഖ് ചെക്ക് ചെയ്യുക. കാരണം നിഫാഖ് ഉണ്ടാവുമ്പോഴാണ് സുന്നത്തിനോട് നിസ്സാരത തോന്നുക. താഴെ ഒരാളെ കണ്ടാൽ കല്യാണത്തിന് ഈ ചെങ്ങായി വന്നിട്ടുണ്ട്, കല്യാണത്തിന് ആണ് കൊള്ളാക്കാരൻ, അതൊക്കെ തോന്നിയില്ലെങ്കിൽ അപ്പയ്ക്ക് പോവാൻ നിഫാഖ് ചെയ്യുക. സുന്നത്തിനോട് വിമുഖത, സുന്നത്തിനോട് വെറുപ്പ് നിഫാഖുള്ളവർക്ക് മാത്രമേ പറ്റുള്ളൂ. സുന്നത്തിനോട് അൽമത്തുണ്ട്, ബഹുമാനുണ്ട്. സുന്നത്തായ ഒരാളെ കണ്ടു, ഒരു കോലം കണ്ടു, മാഷാ അല്ലാഹ്. ഒരു ചെറുപ്പക്കാരൻ വിശ്വാസത്തെ കണ്ടു, മാഷാ അല്ലാഹ്. ഇപ്പോഴും ഉണ്ടല്ലോ എന്താക്കാൻ, എന്നോട് ചെയ്യാൻ പറ്റിയില്ല, എന്നാലും മാഷാ അല്ലാഹ് സുന്നത്താണ്. എന്റെ നബിതങ്ങളുടെ ശാസ്ത്രങ്ങളുടെ സുന്നത്ത് ചിന്താകണ്ടല്ലോ, ജീവിക്കണ്ടല്ലോ. ഇതാണ് ഞാൻ നിങ്ങൾ ചിന്തിക്കട്ടെ. നമുക്ക് വെറുപ്പാണ്, നമുക്ക് തേജാക്കെ പിന്നെ കീശയ്ക്കില്ല, വൃത്തിയില്ല. മുഹമ്മദ് സഹാബത്ത് ഞങ്ങൾക്ക് ഇല്ലാത്ത വൃത്തി ആർക്ക് വേണ്ട? ആർക്ക് നമുക്ക് വേണ്ട. നമ്മൾ ഭയങ്കര ഡെന്റൽ കെയർ, മറ്റേ കെയറൊക്കെ ഉണ്ടായിട്ടാണ് അത്ര ഒറ്റ നില തുടങ്ങുന്നില്ല. വീഡിയോസാര് കണ്ടമാണ് നടക്കുന്നത്. ഫുള്ള് നല്ല വീട് എന്ത് തന്നെ സുന്നത്തില്ല. തലപ്പഴങ്ങാടിക്കാരനായ ഒരാള് ഞാൻ കോഴിക്കോടുള്ള സമയത്ത് ഏകദേശം 99-ലോ 2000-ലോ മറ്റാണ്. തലപ്പഴങ്ങാടിയിലൊരു വയസ്സായ കാക്ക, അന്നായക്ക് ഒരു 65 വയസ്സുണ്ടോ. അയാൾ ഇങ്ങനെ വന്നത് പള്ളിന്റെ അടുത്ത്. അപ്പൊ ഞാനൊരാള് തൊട്ടടുത്തൊരു കടയിൽ ഇരിക്കുന്നുണ്ട്, അത്തന്റെ കടയിലാണ് അവനോട് വർത്താൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അയാൾ പള്ളിയിലൊക്കെ പോയി നോക്കി. ആ ഡിസോ കിട്ടി വെച്ച് വന്നതാണ്. അപ്പൊ ആരോ അയാൾക്ക് അച്ഛൻ കഴിഞ്ഞ് വന്നപ്പോൾ ഡിസോ കൊടുത്തിരുന്നു. അവിടെ പല്ല് പല്ലുവേദന പിന്നെ ഉണ്ടായില്ല. ഇപ്പൊ രണ്ടാമത് തുടങ്ങി. അപ്പൊ അയാൾ വിശ്വാസം അന്വേഷിച്ച് വന്നാണ്. ആരോ അതിന്റെ വീടുകളൊക്കെ ചോദിച്ചു നോക്കി, അവിടെ ഒന്നും ഈ സാധനമില്ല.
അപ്പൊ ആരോ പറഞ്ഞിങ്ങനെ നൂർ മസ്ജിദ് എന്ന പള്ളിയിൽ കോഴിക്കോട് SMCT അവിടെ ഉണ്ടാവും പറഞ്ഞു. അവിടെ വന്ന് നോക്കി. അപ്പൊ മുമ്പര് ആരോ പറഞ്ഞ അവസ്ഥയായിട്ട് മുമ്പരോട് ചോദിച്ചാൽ മതി തന്നെ. അങ്ങനെ ഞാൻ ഇവിടെ പറഞ്ഞു ഇവിടെ സാധനം കിട്ടാൻ അന്ന് ഇതെല്ലാം ഇത്ര വരില്ല കിട്ടാനില്ലാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അയാളോട് ചോദിച്ചു അവിടെ ആ പള്ളിന്റെ അവിടെ കുറെ ചാരി എന്ത് ഓരോരുത്തരും ഇങ്ങനെ പള്ളി സ്ഥിരമായിട്ട് വരുന്നവരും അവിടെ ഇവിടെ വെച്ച് ഞാൻ ഇന്നത്തെ ഒരു കഷ്ടം മുറിക്കട്ടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ കാക്ക ഇതല്ല ഇന്ന് എങ്ങനെ കഷ്ടം മുറിക്കാൻ ഞാൻ പറയാൻ. അപ്പൊ ഞാൻ ചോദിച്ചു എന്തെങ്കിലും ഇത്ര വലിയ വാസിപ്പത്തിനോട് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ഇതാണ് സംഭവം പിന്നെ പൊല്ലുകാരുണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നി ഈ സാധു വയസ്സായല്ലേ ഞാൻ പോയിട്ട് ഇന്ത്യയിൽ ഞാൻ സ്റ്റോക്ക് ഇങ്ങനെ ഒന്നിനു ശേഷം ഒന്നും തന്നെ വെച്ച് എടുത്തിട്ട് ഞാൻ കൊടുത്തു. 2,299 2000 നിങ്ങൾ ആലോചിക്കും എഴുതുന്ന ശാസ്ത്ര വാക്ക് വെറുതല്ല. യഖീൻ കരോ സുന്നത്ത് पर कामयाबी है. സുന്നത്തിൽ വിജയന്റെ ഓർമ്മിച്ചോളി. അപ്പോഴത് എടുക്കാൻ തോന്നുള്ളൂ, അല്ലെങ്കിൽ എടുക്കാൻ തോന്നൂല. നമ്മൾ പഠിച്ചാൽ കാരണം സുന്നത്ത് എടുത്താൽ കൂലി പറയും, എടുത്തില്ലെങ്കിൽ കുറ്റമില്ല. അപ്പൊ പിന്നെ കൂലിന്റെ ആവശ്യം എന്തായാലും പിന്നെ കാരണം കണ്ടമാനം നമ്മൾ ചെയ്തു വെക്കുന്നതാണ്. അപ്പൊ പറഞ്ഞ നമ്മളെല്ലാം ചെയ്യുന്നത് എത്തുന്ന മാത്രം ആവശ്യമില്ല. പിന്നെ കുറ്റക്കാരാണ് സാധാരണ സുന്നത്താണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വിജയം. അതിലാണ് ഇസ്സത്ത്, അതിലാണ് അന്തസ്. അതുകൊണ്ട് സുന്നത്ത് ജീവിതത്തിൽ കൊണ്ടുവരാൻ ശാസ്ത്രം ഒരു ഇച്ഛാത്ത പറയാനുള്ള ഒരു താക്കത്തിന് ഇല്ലാതായ മലപ്രകാരമാണല്ലോ. മലപ്പുറം തന്നെ പെടല്ലേ സപ്പുറത്തുകാര് പിന്നെ പൂക്കോട്ടൂരി ഉള്ളപ്പുറമാവും ധൈര്യം കഴിഞ്ഞെങ്കിൽ ഇൻഷാല്ലാഹ് നമ്മൾ സുന്നത്ത് കൊണ്ടുവരുന്ന കണ്ടിട്ട് ബാക്കിയുള്ളവർക്കൊക്കെ സുന്നത്തിനോട് മലപ്പുറക്കാരാണ് ലോകത്ത് ഫാഷൻ ഇറക്കുന്ന ആൾക്കാരെന്നുള്ള കാഴ്ചപ്പാടാനാണ് ഞാൻ. കാരണം കോഴിക്കോടുള്ള എല്ലാ ചങ്ങായിമാർ പഠിക്കുന്നതാണ് അതിന്റെ ആൾക്കാർ. നമുക്കാണല്ലോ അതിന്റെ എല്ലാ വകുപ്പുള്ളത്. കോഴിക്കോടുള്ള മോഡൽ കൈമലാക്കിയിട്ട് സെറ്റാക്കുന്ന ആൾക്കാർ നമ്മളാണ്. അവിടെ ഇവിടുത്തെ ചെറുപ്പക്കാർ, ദീനുള്ളവർ, ഈമാനുള്ളവർ, നല്ല കുടുംബത്തിൽ ജനിച്ചവർ, നമ്മളമ്മീ കാപ്പി മാഷാല്ല നമ്മളെ ദീനിന് വേണ്ടിയിട്ട് നിയന്ത്രിച്ചിട്ടവരാണ്. അതുകൊണ്ട് നമ്മൾ സുന്നത്ത് കൊണ്ടുവരാൻ കണ്ടാൽ നമ്മളെ കണ്ട ആൾക്കാർ മുസ്ലിം ആക്കണം, എല്ലാവരും സലാം പറയണം, എല്ലാവരും ആ സെറ്റപ്പിൽ കാണാം. മാഷാല്ല ബാക്കിയുള്ളവർക്ക് ഹിമ്മത്താവും. അതുകൊണ്ട് വിശ്വാസം തുടങ്ങോ വലിയ 2 മൊബൈലൊക്കെ വീശിട്ടാക്കി നമുക്ക് ചെറിയ കൊള്ളിക്കൂടെ പോയി ഒരു വിശ്വാസം ചെയ്തിട്ട് ഒരു നിസ്കാരം നിസ്കരിച്ച ഞാൻ വരുമ്പോ വിശ്വാസം ചെയ്തിട്ട് വരുന്നത് 70 ജുമാന്റെ കൂലി. എത്ര പറയും 70. ഒരു അസറ് വിശ്വാസം ചെയ്ത് നിസ്കരിച്ചാൽ 70 അസറ് നിസ്കരിച്ചാൽ എന്തിനാ വെറുതെ എടുത്ത് ഇങ്ങനെ ആഗ്രഹിക്കലും ചെയ്യുന്നത്. മരണസമയത്ത് കെളിപ്പെടുമ്പോ ഇതിനേക്കാൾ പതായിരത്തെ വേണ്ടി ചെയ്യും. അപ്പൊ ഈ റബീലൊക്കെ ഒരു സുന്നത്ത് എന്ത് വിശ്വാസ്. അടുത്ത സുന്നത്ത് എക്സസൈസ് ഒക്കെ ചെയ്യാൻ രാവിലെ ഫുള്ള് നടക്കുക. പെണ്ണുങ്ങളും ആളുകളോ ഫുള്ള് നടത്താൻ മാസ്ക് കൊണ്ട് കുഴപ്പമില്ല. ജീവിക്കാൻ കഴിയും. അമ്മയെ നടത്താൻ ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ്. രാജ്യത്തിന് ഭക്ഷണം കഴിച്ചാൽ മതി. രാജ്യത്ത് ആ കാലൊക്കെ കുത്തിച്ചിട്ടോ അല്ലെങ്കിൽ സുന്നത്തായ രീതിയിൽ ഭക്ഷണം കഴിച്ചു ഈ ആഫിയത്തിണ്ടാവും. നമ്മളൊക്കെ കസാരമൊക്കെ ആക്കിയപ്പോ പിന്നെ ഊരൊക്കെ എന്തായി അതിനനുസരിച്ച് ടീച്ചിങ് ആയി. ഇതിനനുസരിച്ച് ആ ലെവലനുസരിച്ച് അവിടെ ചെയ്യലച്ചാത്ത ഒരു ജീവനില്ലെങ്കിൽ ചെയ്യലച്ചാത്ത അള്ളാഹ് കബൂലാക്കുമാറാട്ടെ. അള്ളാഹ് ഖൈറിന്റെ വഴി നമ്മളെല്ലാവരും ഒന്നാക്കുമാറാട്ടെ. സുന്നത്തിലേക്ക് നമ്മൾ മടങ്ങി നമ്മളെ കൊണ്ട് സുന്നത്തെ ഹയാതാക്കട്ടെ. നമുക്ക് ഷഹീദിന്റെ കൂലിട്ടുണ്ടാവും. മൻ തമസ്സക ബിസുന്നതി ഇൻദ ഫസാദി ഉമ്മതി ഫലഹു അജ്റു ഷഹീദ്. ഒരു ഹദീസിലുണ്ട്. മറ്റൊരു ഹദീസിൽ അജ്റു മിഅത ഷഹീദ് എന്നുണ്ട്. ഏതായാലും ഒരു ഷഹീദിന്റെത് ഉറപ്പായാലും വായിച്ചാൽ ഒരു ഷഹീദിന്റെ കൂലി എന്തായാലും സുന്നത്ത് ഫസാദായി കൊണ്ടിരിക്കുമായി ജീവിപ്പിക്കുന്ന ആൾക്കാർ ചെയ്യലക്ഷ അള്ളാഹു നല്ല ചോദിക്കും. വലിയ തിരക്കുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളെ തൊട്ടടുത്തുള്ള എല്ലാ ജുമാഅത്ത് പള്ളിയിലും ജുമാണ്ട് അവിടെ പോയി ജുമാ നിസ്കരിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ പോകും. എല്ലാവർക്കും സമയം തുടങ്ങും. ഇവിടെ ഏകദേശം ഇതിനൊക്കെ ഉണ്ടാകുക. അതുകൊണ്ട് ആർക്കെങ്കിലും ഈ മൂലവിങ്ങനെ നീട്ടി അങ്ങനെ ഇവിടെ ഒരു കാര്യം പറഞ്ഞ് അത് തീരുമാനമായിട്ട് എന്ത് മതി ഇവിടെ നിസ്കാരം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തിരക്കുള്ള ആൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ താഴത്ത് പള്ളിയിട്ട് അപ്പുറത്ത് പള്ളിയിട്ട് അവിടെ പള്ളിയിട്ട് ഇവിടെ പള്ളിയിട്ട് എല്ലാം പള്ളിയിലുണ്ടാവും. അതുകൊണ്ട് ഇനി ആരും ആ കംപ്ലൈന്റ് ചെയ്യണ്ട. ഞങ്ങളൊരു 2 നേരം ഇങ്ങനെ കാത്തിങ്ങനെ കൊണ്ടാൽ മതി. എന്തെങ്കിലും പൊറോട്ടൊക്കെ തിന്നിട്ട് പോരുണ്ടെങ്കിൽ